ഇന്നത്തെ ഡേ ട്രേഡ് അനാലിസിസിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ട്രേഡ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കാത്ത കണക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 10-15 സെൻറ്റ് മുകളിലേക്ക് പോയി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഇനി അതല്ല എന്നുള്ളത്, ഇനി അങ്ങനെയല്ല താഴോട്ട് പോവുകയാണെങ്കിൽ ഒരു 5 സെൻറ്റ് അല്ലെങ്കിൽ മാക്സിമം 10 സെൻറ്റ് ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതേപോലൊരു വലിയൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ലോസ് ഉണ്ടാവും. വലിയൊരു സൈക്കോളജി ഇതിനുള്ളിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലോസ് ഉണ്ടാകുമ്പോൾ ആ ലോസ് ഹോൾഡ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, ആ ലോസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അത് മുകളിലേക്ക് വന്ന് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് വരാമെന്ന്. ഒരിക്കലും അതിന് വേണ്ടി കാത്തു നിൽക്കൽ. ഈ ഒരു ഷെയർ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് 2.76 നിന്നും 7.35 വരെ, അതായത് മോർണിംഗ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ട്രേഡ് സെക്ഷനിൽ തന്നെ അത് മുകളിലേക്ക് പോയി. അത് സാധാരണ ഡേ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ ഈ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷമാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രീ മാർക്കറ്റ് സെക്ഷനിൽ ട്രേഡ് ചെയ്യുന്നവരാണ് ആ ഷെയറിന് ഇത്രയും മുകളിലേക്ക് കൊണ്ടുപോയത്. അത്രയ്ക്ക് മുകളിൽ പോകുന്ന ഒരു ഷെയർ ഒരു പരിധിയാവുമ്പം ബയേഴ്സ് എല്ലാം എക്സോസ്റ്റഡ് ആവും. പിന്നെ ആ മാർക്കറ്റിലേക്ക് കൂടുതൽ ശക്തി ആർജിക്കുന്നത് അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ കൺട്രോളിലേക്ക് പോകും. ആ സെല്ലേഴ്സിൻ്റെ കൺട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളൊരു ഷെയറായിരുന്നു ഞാൻ ഈ ട്രേഡ് ചെയ്തത്. അത് ഓൾറെഡി വിവാപ്പിന് താഴെ വന്ന് 7.35 നിന്നും 5.23 പിന്നെ അവിടെ നിന്നും പിന്നെയും താഴോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പൊതുവെ വിവാപ്പിന് താഴെ ഷെയർ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം വീക്കാണെന്നാണ്. ഈവൻ ഡേ ട്രേഡിങ്ങിന് പോലും നമ്മൾ ശ്രദ്ധിക്കണം വിവാപ്പിന്. കാരണം കൂടുതൽ സെല്ലേഴ്സ് മുന്നോട്ട് വരാനും ഷോർട്ട് ചെയ്യാൻ ആളുകൾ കാത്തു നിൽക്കുകയാണ് വിവാപ്പിന് താഴെ, അല്ലെങ്കിൽ ആ ഷെയർ വീക്കാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ. ഇപ്പം അങ്ങനെയുള്ള ഷെയർ പിന്നെ മുകളിലോട്ട് പോകുക എന്നത് വളരെ, അല്ലെങ്കിൽ അത്രയ്ക്കും എന്താ പറയുക, നല്ലൊരു ന്യൂസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും മാർക്കറ്റിൽ സംഭവിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ സെല്ലേഴ്സ് കൈയടക്കുകയും ആ ഷെയർ ഗ്രാജുവലി താഴോട്ട് പോവുക, അതാണ് സംഭവിക്കുന്നത്. ഏതാണ്ട് ഇവിടെ അതേപോലെയാണ് സംഭവിച്ചത്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം. അതായത് നമ്മളൊരു വിവാപ്പിന് താഴെയുള്ളൊരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സെല്ലേഴ്സ് സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഷെയർ പൊതുവെ വീക്ക് ആണെന്നാണത് സൂചിപ്പിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് വിവാപ്പിന് മുകളിലേക്ക് പോകും. അത് ചിലപ്പോൾ ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ആക്ച്വൽ ബ്രേക്ക് ഔട്ട് ആയിരിക്കും. വിവാപ്പിന് മുകളിലേക്ക് പോയി പിന്നെ അവിടുന്ന് പിന്നെ മുകളിലേക്ക് പോകും. പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നുമില്ല. അത് കൂടുതലും താഴോട്ട് വരാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോസ് ഇതേപോലെ നമ്മൾ സഹിക്കേണ്ടി വരും. എൻ്റെ ട്രേഡിംഗ് സംബന്ധമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോസ് ഒന്നും ഫിനാൻഷ്യൽ അഡ്വൈസോ അല്ലെങ്കിൽ ട്രേഡിംഗ് അഡ്വൈസോ ഒന്നുമല്ല. അവരോരോ ട്രേഡ് ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ റിസ്കിലായിരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.